ഹായ് ആൾ ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി തകർത്തു. അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് തന്നെയായിരുന്നു. 100% ROE ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്കും പ്രോഫിറ്റ് ആണോ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാർക്കറ്റ് രണ്ട് ഡയറക്ഷനിലോട്ടും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. നല്ല വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. രണ്ട് ഡയറക്ഷനിലോട്ടും അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം ബുള്ളിഷായിരുന്നു, പക്ഷേ ബാങ്കും നിഫ്റ്റിയൊക്കെ നല്ല ബാരിഷായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രാവിലെ ഒരു SL അടിച്ചു, അത് നിഫ്റ്റിയിലായിരുന്നു. നിഫ്റ്റിയിൽ അതിന് ശേഷം ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് ഒരു എൻട്രി എടുത്തത്. അതാണ് 100% ROE നമുക്ക് തന്നത്. അപ്പോൾ ഇന്നത്തെ എൻട്രി എങ്ങനെയായിരുന്നു എന്നും അതിൻ്റെ റീസൺ എന്തൊക്കെയായിരുന്നു എന്നും നോക്കാം. കൂടാതെ നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോണും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോയാലോ. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റിയിലായിരുന്നു രാവിലെ നമ്മുടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, രാവിലെ ഒരു ബുള്ളിഷ്നെസ് ആയിരുന്നു നിഫ്റ്റി മാത്രമായിരുന്നു ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്കിൻ്റെ കേസിലും നിഫ്റ്റിയുടെ കേസിലും ഒക്കെ ബാരിഷ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ എൻട്രി അത്രയും ഒരു പെർഫെക്റ്റ് എൻട്രി ഒന്നും ആയിരുന്നില്ല. ഈ ഒരു പോർഷനിൽ വന്നപ്പോൾ, ഇത്രയും ലിക്വിഡിറ്റിയൊക്കെ കളക്ട് ചെയ്ത് ഈ ഒരു പോർഷനിൽ വന്നപ്പോൾ നമ്മളൊന്ന് എൻട്രി എടുത്തതായിരുന്നു. പക്ഷേ അത് SL എടുത്തിട്ടുണ്ടായിരുന്നു. SMC മെത്തേഡിലുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ SMCയിൽ വരുന്നൊരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്യുവർ SMC ആണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ICT മെത്തേഡിലൊരു എൻട്രി ആയിരുന്നു, താഴോട്ട് നമ്മൾ എൻ്റർ ആയത്. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്നു. അതിന് ശേഷവും നല്ല ഫോൾ ആയിരുന്നു. നമ്മൾ 1:3 ആയിരുന്നു ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ബാങ്കും റിവേഴ്സായി, അതുപോലെ തന്നെ നിഫ്റ്റിയും റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തു. നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഒരു V ഷേപ്പ് റിക്കവറി എന്ന് തന്നെ പറയാം നിഫ്റ്റിയുടെ കേസിൽ. പക്ഷേ ബാങ്ക് അത്രത്തോളം ഒരു ബുള്ളിഷ് ആയിരുന്നില്ല. ബാങ്കിൻ്റെ കേസിൽ നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ബാങ്കിൻ്റെ എൻട്രി. അവിടെ തന്നെ ബാരിഷ് ആയിരുന്നു. ഈ ഒരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഒരു മെത്തേഡൊന്നും, നമ്മുടെ എൻട്രി സെറ്റപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇവിടെയാണ് നമുക്കൊരു എൻട്രി കിട്ടിയത്. ഇവിടുത്തെ ഒരു OBയിലാണ് നമ്മൾ ടാപ്പ് ചെയ്തപ്പോഴാണ് മുകളിലോട്ട് എൻട്രി എടുത്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു മാർക്കറ്റ്? ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് മൊമെൻ്റം കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? ഇതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കുമല്ലോ റീറ്റെയിലേഴ്സ് SL വെക്കുന്നത്. ആ റീറ്റെയിലേഴ്സിൻ്റെ SL കൂടെ കളക്ട് ചെയ്ത് കുറച്ചും കൂടെ താഴെ വന്ന് റീറ്റെയിലേഴ്സിൻ്റെ SL കൂടെ കളക്ട് ചെയ്ത് എന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? ഒരു അപ്സൈഡ് മൊമെൻ്റം തന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീറ്റെയിലേഴ്സിൻ്റെ SL കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റീസെൻറ്റ് ഹൈ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈ വരെ അത്യാവശ്യം 1:3 ഒക്കെ നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇത് SL കുറച്ച് കൂടുതലായിട്ട് വെച്ചതുകൊണ്ടാണ് 1:3 ടാർഗറ്റ് കാണിക്കുന്നത്. ഈ ഒരു എൻട്രിയിലാണ് നമുക്ക് 128 പോയിന്റ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് നമുക്ക് 100% ROE കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മൊമെൻറ്റും ആയിരുന്നു ഇതിനകത്ത്. കാര്യം റീറ്റെയിലേഴ്സിൻ്റെ SL ഓൾറെഡി അവർ എടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അത്രയും നല്ലൊരു മൂവ്മെൻറ്റ്, അത് പെട്ടെന്നായിരുന്നു. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്. അത്യാവശ്യം നല്ല ദിവസം തന്നെയായിരുന്നു ഇന്ന്. രാവിലെ ഒരു SL അടിച്ചു എന്നുള്ളത് ഒഴിച്ച് ബാക്കി നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അത് ചെറിയൊരു SL ആയിരുന്നു, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിയിൽ ഇന്നലെ 2 1 മിനിറ്റ് OBs പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ വരുവാണെങ്കിൽ നമ്മുടെ സെറ്റപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റിജക്ഷൻ ട്രേഡിന് വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ. പക്ഷേ ഇന്ന് രാവിലെ മാർക്കറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. SL കൂടുതലെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് തന്നെ രാവിലെ നമ്മൾ എൻട്രി എടുക്കാതിരുന്നത്. കാര്യം ചിലപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ SL കൂടുതലായിരിക്കും. അതാണ് ആ ഒരു ഡൗൺ സൈഡ് എൻട്രി നമുക്ക് മിസ്സായെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു 15 മിനിറ്റ് OB എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത്യാവശ്യം വലിയൊരു OBയാണിത്. 19,755ഉം അതുപോലെ തന്നെ 19,830ഉമാണ്. ഇതിൽ എക്സ്ട്രീം OB ആയിട്ട് ഒരു 1 മിനിറ്റ് OB ഉണ്ട്. 19,777ഉം അതുപോലെ തന്നെ 19,785. ഇനിയൊരു OBയും കൂടെ ഉണ്ട്. 19,797ഉം അതുപോലെ തന്നെ 19,805ഉം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് നാളെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കും അവിടെ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡബിൾ കൺഫർമേഷനിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇതൊരു 15 മിനിറ്റ് OBയാണ്. അപ്പോൾ ഈ ഒരു OB ഞാൻ പറയാം. 43,415ഉം അതുപോലെ തന്നെ 43,452ആണ് 15 മിനിറ്റിൽ ഉണ്ടാക്കിയ ഒരു OB. അതിൽ 1 മിനിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 43,419ഉം അതുപോലെ തന്നെ 43,435ഉം. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇമ്പോർട്ടൻറ്റ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്